ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ അധികം ഇഷ്ടപ്പെടുന്ന നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കോക്കനട്ട് കുക്കീസ് ഉണ്ടല്ലോ, അതായത് തേങ്ങ മിഠായി, തേങ്ങ സ്വീറ്റ് എന്നൊക്കെ പറയും. ഇതാണ് ഇന്നത്തെ റെസിപ്പി. ഇത് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ വീട്ടിലും ഓവനൊന്നും ഉപയോഗിക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് സക്സസ് ആയി വരുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യാണ്, ഉരുക്കിയെടുത്ത നെയ്യാണ് വേണ്ടത്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചെടുത്ത പൊടിയാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർക്കണം. മൈദപ്പൊടി അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഓൾറെഡി അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ മൈദപ്പൊടിയും ഞാനിതിൽ അരിച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവി എടുത്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങ ചിരവി എടുത്തതിന് പകരം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അതും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, അതായത് അപ്പസോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർക്കേണ്ടത്. പാല് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ഈ മാവിനെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. ഒരിക്കലും വെള്ളം കൂടി പോകരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ കുക്കീസ് റെഡി ആവില്ല. അതുകൊണ്ട് കറക്റ്റ് പാകമായിട്ട് മാത്രം കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മാവ് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനുള്ള ട്രേ ആദ്യം റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതിനായിട്ടൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ എണ്ണയൊന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക. എണ്ണയും നെയ്യൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇത് കുക്കീസ് പെട്ടെന്ന് വിട്ടിട്ടാനും വേണ്ടിയിട്ട് ഒരല്പം മൈദപ്പൊടി ഒന്ന് തൂവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യണമെന്നില്ല, പകരം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. ഞാൻ ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് കുക്കീസ് റെഡിയാക്കാം. ഇതിനായിട്ട് മാവ് എടുത്തിട്ട് ജസ്റ്റ് കയ്യിലിട്ടൊന്ന് ഉരുട്ടി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങോട്ട് പരത്തി എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ചെറീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഇപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിനെ മുഴുവനും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോക്കനട്ട് കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. ഇതിനായിട്ട് ഇപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു വയറേക്ക് ഇറക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ഉപ്പോ വെള്ളമോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യമുള്ളവർക്ക് അടിയിൽ ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമില്ല.
എന്നിട്ട് ഈ പാൻ നന്നായിട്ട് 2 മിനിറ്റ് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുക്കീസിൻ്റെ ടിന്നുണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 20-25 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ബേക്കായി വരും. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുക്കീസ് നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ചൂട് പോയതിന് ശേഷം നമുക്കിതിനെ ഈ ടിന്നിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാവുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോന്നിനെ പതുക്കെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേറൊരു ഡിഷിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബേക്കറി സ്റ്റൈലിലുള്ള ഹോം മെയ്ഡ് കോക്കനട്ട് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോക്കനട്ട് സീഡ്, കോക്കനട്ട് മിഠായി എന്നൊക്കെ പറയും, തേങ്ങാ മിഠായി എന്നൊക്കെ പറയും. അപ്പോൾ ആർക്കും തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. നിങ്ങൾക്കും കറക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ബേക്ക് ചെയ്യാൻ പേടിയുള്ളവരുണ്ടെങ്കിൽ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്താലും മതി. കുറച്ച് എണ്ണ ആവുന്നേ ഉള്ളൂ, വേറെ ടേസ്റ്റിലൊന്നും മാറ്റം വരില്ല. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്നെഴുതിയ ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.